ഇപ്പോൾ നിലവിൽ ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ ഭൂമധ്യരേഖ പസഫിക് സമുദ്രത്തിൽ എൽനിനോ പ്രതിഭാസം ശക്തമായിരിക്കുകയാണ്. എന്താണ് എൽനിനോ പ്രതിഭാസം ശക്തമായാൽ നമ്മുടെ നാട്ടിൻ്റെ ഗുണം? എൽനിനോ പ്രതിഭാസം എന്ന് പറയുന്നത് ശക്തമായാൽ, പസഫിക് ഓഷനിൽ ശക്തമായാൽ സ്വാഭാവികമായി അത് ഇന്ത്യൻ മഹാസമുദ്രത്തെയും കരയെയും എല്ലാം ബാധിക്കും. ഇന്ത്യൻ മൺസൂണിനെ വലുതായി അത് ബാധിക്കും. കാരണം ഭൂമധ്യരേഖ പ്രദേശത്തിന് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഇന്ത്യയും കേരളമൊക്കെ. അതുകൊണ്ട് തന്നെ പസഫിക് ഓഷനിൽ ഉണ്ടാകുന്ന ഏതൊരു മാറ്റവും നമ്മെ നന്നായി സ്വാധീനിക്കും. ഭൂമധ്യരേഖ പസഫിക് ഓഷനിൽ എൽനിനോ സാധ്യത നിലനിൽക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സമയത്ത് ഇത് കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്നും ആദ്യമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അമേരിക്കൻ ക്ലൈമാറ്റ് പ്രൊഡിക്ഷനും കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. സമുദ്രോപരിതലത്തിലെ താപവർദ്ധനവിനോട് അന്തരീക്ഷം പ്രതികരിച്ച് കഴിഞ്ഞിട്ടുള്ളതിനാൽ സമുദ്ര അന്തരീക്ഷ വ്യവസ്ഥകൾ ഇപ്പോൾ എൽനിനോ സ്വഭാവം പ്രകടിപ്പിച്ചു തുടങ്ങിയെന്നും അറിയിപ്പിൽ പറയുന്നു. ജൂൺ മാസത്തോടെ പസഫിക്കിലെ താപനില എൽനിനോ പരിധിയെ മറികടന്നു. ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലെ ശരാശരി താപനില വ്യതിയാനം എൽനിനോ പരിധിയായ 0.5 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എത്തിയിട്ടുണ്ട്. കാലവർഷ സീസണിൽ മിതമായതോ ശക്തമായതോ ആയ എൽനിനോയ്ക്ക് സാധ്യതയെന്ന് ആണ് വിലയിരുത്തൽ. അതേസമയം എൽനിനോ ഉണ്ടായാലും പസഫിക് ഓഷനിൽ എൽനിനോ ഉണ്ടായാൽ അതിൻ്റെ പ്രഭവം, അതിൻ്റെ ഗുണം അതുപോലെ ദോഷവും അതുപോലെ നമുക്ക് ഇന്ത്യക്ക് വരത്തില്ല. കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മറ്റൊരു സിസ്റ്റമുണ്ട്. ഇന്ത്യൻ ഡൈപോൾ സിസ്റ്റം എന്ന് പറയുന്ന ഇന്ത്യൻ ഓഷൻ ഡൈപോൾ എന്ന് പറയുന്ന മറ്റൊരു സംവിധാനമുണ്ട്. ഇന്ത്യൻ ഓഷൻ ഡൈപോൾ എന്ന് പറഞ്ഞാൽ ദ്വിധ്രുവം, അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ രണ്ട് ഭാഗമുണ്ട്, കിഴക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും. ഈ രണ്ട് ഭാഗത്തും ഉള്ള താപവ്യത്യാസങ്ങൾക്കനുസരിച്ചായിരിക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലും തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെയും സ്വാധീനിക്കുന്നത്. അപ്പോൾ അങ്ങനെ IOD ഇന്ത്യൻ ഓഷൻ ഡൈപോൾ ദ്വിധ്രുവമെന്നോ ദ്വന്ദ്വ താപനിലയെന്നോ എന്തൊക്കെ പറയാം നമുക്ക്. അതിന് ഇന്ത്യൻ ഓഷൻ ഡൈപോളിൽ 3 അവസ്ഥയാണ് ഉണ്ടാവുക. ഒന്ന് പോസിറ്റീവ്, നെഗറ്റീവ്, പിന്നെ ന്യൂട്രൽ. പോസിറ്റീവാണ് ഇന്ത്യൻ ഓഷൻ ഡൈപോൾ പോസിറ്റീവ് ആണെങ്കിൽ വലിയ മഴയായിരിക്കും. ഇന്ത്യൻ ഓഷൻ ഡൈപോൾ നെഗറ്റീവ് ആണെങ്കിൽ മഴ കുറവായിരിക്കും. അത് ന്യൂട്രൽ ആണെങ്കിൽ മഴ കൂടാനും കുറയാനും ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള മഴയായിരിക്കും. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്ര സാധാരണ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ന്യൂട്രലാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ കാലവർഷം അവസാനിക്കുന്നവരെ ന്യൂട്രൽ അവസ്ഥ തുടരാനാണ് സാധ്യതയെന്നും മൺസൂൺ മിഷൻ കപ്പിൾഡ് ഫോർകാസ്റ്റ് സിസ്റ്റം MMCFS മൺസൂൺ മിഷൻ കപ്പിൾഡ് ഫോർകാസ്റ്റ് സിസ്റ്റം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ ഓഷൻ ഡൈപോൾ എന്ന് പറഞ്ഞ IOD ന്യൂട്രൽ ആയിരിക്കും. ഇതൊരു സാങ്കേതികമാണെങ്കിലും എന്തിനീ സാങ്കേതികമായിട്ടൊരു വീഡിയോ ചെയ്യുന്നു ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾ മഴയെ അറിഞ്ഞുകൊണ്ടും കാലാവസ്ഥയെ പഠിച്ചുകൊണ്ടൊക്കെ ഇനി ജീവിക്കാൻ പറ്റുകയുള്ളൂ. കാരണം അതിൻ്റെ കാലമാണ് മുന്നിലുള്ളത്. വളരെ കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ സമയത്തിൽ പെട്ടെന്ന് വലിയ മഴ എന്നുള്ള നിലയിൽ മഴക്കാലം മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് പുതിയൊരു സാക്ഷരതയാണ്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം മനുഷ്യ ജീവിതത്തിൽ. ഡിജിറ്റലായിട്ട് GPayയിൽ പൈസ അടയ്ക്കാൻ അറിയാം, ഫോൺ പേയിൽ പൈസ അടയ്ക്കാൻ അറിയാം, ബാങ്കിൽ പോകാൻ അറിയാം, എല്ലാ സകല കാര്യങ്ങളും മനുഷ്യർക്കറിയാം. കാലാവസ്ഥയെക്കുറിച്ച് അറിവ് കുറവാണ്. അത് അറിഞ്ഞു വെക്കേണ്ട സമയം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വളരെ കൃത്യമായ ഒരു സിസ്റ്റം നമ്മളൊന്ന് പഠിച്ചു വെക്കുന്നത് വളരെ മനോഹരമാണ്. ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഓഷൻ ഡൈപോൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ IOD എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോസിറ്റീവ് IOD ആണെങ്കിൽ ഇന്ത്യയിൽ മഴ വർദ്ധിക്കാം, നെഗറ്റീവ് IOD ആണെങ്കിൽ മഴ കുറയാം. പ്രത്യേക അനുകൂലമായോ പ്രതികൂലമായോ ഒരു സാഹചര്യം ഇല്ലാത്തതാണ് ന്യൂട്രൽ IOD. ഇപ്പോൾ ന്യൂട്രൽ IOD ആണുള്ളത്. എൽനിനോ പോലെ തന്നെ ലാനിന എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൂടെയുണ്ട്. അത് മൺസൂൺ കാറ്റുകളുടെ ശക്തിയും പ്രാദേശിക കാലാവസ്ഥാ ഘടകങ്ങളെ വെച്ചുകൊണ്ടാണ് ഇത് തീരുമാനിക്കപ്പെടുന്നത്. IOD മൺസൂണിനെ ദുർബലമാക്കാനോ ശക്തമാക്കാനോ ന്യൂട്രലാക്കാനോ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് എൽനിനോ പ്രതിഭാസത്തിൽ അനുസരിച്ച് ഇത് എന്ത് ചെയ്യാനാണ് സാധ്യത? ന്യൂട്രലാകാനാണ് സാധ്യത എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട. അതേസമയം എൽനിനോ എന്ന് പറയുന്നത് കൂടി ഒരു സെക്കൻഡ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോയാം. എൽനിനോ എന്ന് പറയുന്നത് താപനില സാധാരണയേക്കാൾ, അത് കടലിലെ താപനില പസഫിക് സമുദ്രത്തിലാണ്, മധ്യ കിഴക്കൻ പസഫിക് ഓഷനിലെ താപനില സാധാരണയേക്കാൾ കൂടുതലാകുന്ന കാലാവസ്ഥാ പ്രതിഭാസമാണ് എൽനിനോ.
കൂടുതലായാൽ എൽനിനോ, കുറഞ്ഞാൽ സാധാരണ ചൂടിനേക്കാൾ വല്ലാതെ ചൂട് കൂടിയാൽ എൽനിനോ, വല്ലാതെ ചൂട് കുറഞ്ഞാൽ ലാനിനോ. എൽനിനോ ഉണ്ടായാൽ എൽനിനോ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ദുർബലമാകാൻ സാധ്യതയുണ്ട്. മഴ സാധാരണയിൽ കുറയാം. ചില പ്രദേശങ്ങളിൽ വരൾച്ച സാഹചര്യം ഉണ്ടാകാം. വേനൽ ചൂട് കൂടുതൽ എൽനിനോ ഉണ്ടെന്ന് മാത്രം പറഞ്ഞ് എല്ലാ വർഷവും മഴ കുറയില്ല. ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യൻ ഓഷൻ ഡൈപോളിൻ്റെ ഘടകങ്ങൾ കൂടി ഉണ്ട്. അതേസമയം ലാനിന ആണെങ്കിൽ തിരിച്ച് മഴയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ എൽനിന, ലാനിന എന്നൊക്കെ പറയുന്നത് പസഫിക് ഓഷനിൽ ഉണ്ടാകുന്ന കാറ്റിൻ്റെയും ചൂടിൻ്റെയും അവസ്ഥ വെച്ചുകൊണ്ടുള്ള സാഹചര്യങ്ങൾക്ക് ഇട്ടിരിക്കുന്ന പേരാണ്, ഒരു കണ്ടീഷൻ ഇട്ടിരിക്കുന്ന പേരാണ്. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചോണം. കേരളത്തിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ മഴ പെയ്യുന്നതിന് പസഫിക് ഓഷനിലെ ചൂടും ഇന്ത്യൻ ഓഷനിലെ ഡൈപോൾ സിസ്റ്റവും ഡൈപോൾ വ്യവസ്ഥ, ദ്വിധ്രുവ വ്യവസ്ഥയുമൊക്കെ സ്വാധീനിക്കുന്നു എന്നറിയുമ്പോഴാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാകുന്നത്.